സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തുടർച്ചയായി തന്നെ 2 തവണ ഭരണം നടത്തുന്ന പിണറായി സർക്കാർ വീണ്ടും തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ്, അക്കൗണ്ട് തുറക്കാമെന്ന പ്രതീക്ഷയിൽ BJP. പക്ഷേ ഈ 3 മുന്നണികളുടെയും പ്രതീക്ഷ, അവരുടെ മുന്നേറ്റങ്ങൾ തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങളുടെ മനസ്സിലിരിക്കുന്നത് എന്താണ്, അവരുടെ തീരുമാനം എന്താണ്, അത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. തെരഞ്ഞെടുപ്പ് ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വോട്ട് ചെയ്യരുത്, എനിക്കതാണ് പറയാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് സമയത്താണ് നമ്മുടെ പിണറായി സർക്കാർ കിറ്റ് കൊടുത്തത്. കിറ്റ് എവിടെ നിന്നാണ് കൊടുത്തത്? ഓരോ ജനങ്ങളുടെയിൽ നിന്നും പിരിക്കുന്ന പൈസ കൊണ്ടാണ് കിറ്റ് കൊടുത്തത്. നമ്മുടെ പാവപ്പെട്ട പെണ്ണുങ്ങളുടെ വിചാരം പിണറായി സർക്കാർ കൊടുത്ത കിറ്റാന്ന് ഓർത്ത് അവരുടെ വോട്ടും പ്രകാരമാണ് കഴിഞ്ഞ പ്രാവശ്യം പിണറായി സർക്കാർ 2ാം ഇതിലേക്ക് വന്നത്. അതേപോലെ ഈ പ്രാവശ്യം വരരുത്. ഇപ്പോൾ ഈ ഇലക്ഷനോട് അനുബന്ധിച്ച് പല സ്ഥലത്തും എന്താ പറയുക, പാല ഉദ്ഘാടനം അതൊക്കെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. വയനാട് എത്ര നാളായി സംഭവം നടന്നിട്ട്? ഇപ്പോഴാണ് ഇത് ചെയ്തിരിക്കുന്നത്. വീട് അയാൾ കൊടുത്താണ്. വീട് ഇവിടെ ഉള്ള ഓരോ അതായത് ജനങ്ങൾക്കറിയാം ആരെയുന്നുള്ള പൈസ എന്നുള്ളത്. അതെല്ലാം ആലോചിച്ചിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുക. എനിക്ക് എത്രയേ പറയാനുള്ളൂ. ഇപ്പോൾ 3 മുന്നണികളും ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 2020 NDAയുടെ ഭാവമെന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് വോട്ട് കൊച്ചിയിൽ നിന്ന് തന്നെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ത്രികോണ മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ LDFൻ്റെ ഇപ്പോഴത്തെ ഭരണമെന്ന് പറയുമ്പോൾ നമുക്ക് കുറേ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല വിഷയമായാലും പല വിഷയങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. പിന്നെ UDFൻ്റെ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷമാണ്, പക്ഷെ എന്നാലും നമുക്ക് ഒരു ശക്തമായൊരു പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യം കാണാത്ത പോലെ തോന്നുന്നുണ്ട് നമുക്ക് പല വിഷയങ്ങളിലും. അപ്പോൾ മാറ്റം വന്നെങ്കിൽ മാറ്റം വരട്ടെ. 3 ടീമുകൾ നല്ല മത്സരത്തിലാണ്. അവർ ആരും വിടുന്നില്ല. അതായത് ഇതുവരെ ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് ഈ പ്രാവശ്യം നടക്കുന്നത് എന്നുള്ളൊരു ആവേശത്തിലാണ് ജനങ്ങളും പാർട്ടി നേതാക്കളും എല്ലാവരും ഒരു ഉറ്റുനോക്കുന്നുണ്ട്. അത് സാധാരണക്കാർ ആഗ്രഹിക്കുന്ന ആര് ഭരിച്ചാലും നല്ല രീതിയിലേക്കുള്ള ഒരു ഭരണം കാഴ്ചവെച്ചാൽ അത് ജനത്തിനും സമൂഹത്തിനും ചുറ്റുപാടൊക്കെ ഒരു നല്ലൊരു കാര്യമായിരിക്കും. നമ്മുടെ LDFനെ മാറ്റുക, സിംഗിൾ പോയിൻ്റ് അജണ്ട ഒന്നുമില്ല. 2 ടേംസ് കേരളയിൽ 2nd ടേം കിട്ടിയത് തന്നെ ഒരു വെരി അൺയൂഷ്വൽ ഒരു വോട്ടിംഗ് പാറ്റേൺ ആയിരുന്നു. ഇറ്റ്സ് ടൈം ടു ചേഞ്ച് ഫോർ ബെറ്റർ ഗവർണൻസ്. പക്ഷേ പ്രതിപക്ഷത്തിൽ ആ പ്രതീക്ഷ കാണുന്നുണ്ടോ? കാണുന്നില്ല. പക്ഷെ സ്റ്റിൽ ഔട്ട് ഓഫ് ദ 2 ഈവിൾസ് ചേഞ്ച് ഇസ് ഓൾവേസ് ബെറ്റർ. ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നുണ്ടോ? ആവേശമുണ്ടോ നാട്ടിലെല്ലാം? തെരഞ്ഞെടുപ്പ് ആവശ്യം തന്നെയല്ലേ. പിന്നെ ആവശ്യങ്ങളെല്ലാം ഉണ്ടല്ലോ. വിദ്യാഭ്യാസമായാലും ആരോഗ്യപരമായിട്ടെല്ലാം വേണം ഉഷാറല്ലേ. തുടർഭരണം ഉണ്ടാവും വിചാരിക്കുന്നു. ആര് ജയിച്ചാലും നമ്മൾ കഷ്ടപ്പെട്ടാൽ നമ്മൾ ജയിക്കണത്. അല്ലാണ്ട് ഒരു ഇതില്ല. ഒരു വീട് കിട്ടിയതെല്ലാം പോയി, ബാങ്കുകാർ എടുത്തുകൊണ്ട് പോയി. ഒരു കിടപ്പാടിലോട്ട് വാടക വീട്ടിൽ കിടക്കണം. വാടക കാശും പോലും കൊടുക്കാനുള്ള കഴിവില്ല. ഇത് വിറ്റ നിസ്സാര കമ്മീഷൻ കിട്ടുള്ളൂ. ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുമോ? വോട്ട് ചെയ്യും, ചെയ്തിട്ട് പോരും. വേണ്ടപ്പെട്ട ആൾക്കാർക്കാണെങ്കിൽ ചെയ്ത് കൊടുക്കും. നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, നമ്മുടെ അവകാശം നേടാൻ വേണ്ടി, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്ന് അറിയാൻ വേണ്ടി തെളിവിന്. തെരഞ്ഞെടുപ്പ് നമ്മളൊരു ആവേശമായിട്ട് കാണുന്നത് നല്ല രീതിയിൽ. അതിൽ ഇപ്പോൾ 3 പാർട്ടികളുണ്ട്. അതിലിപ്പോൾ ആര് വരണം എന്നുള്ള ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. തുടർ ഭരണത്തിനോട് നമുക്ക് താല്പര്യമില്ല. എന്തായാലും ഒന്ന് ചേഞ്ച് ആവണം എന്നാണ് ഒരാഗ്രഹം മനസ്സിൽ. UDF 2 തവണ അധികാരത്തിന് പുറത്താണ്. അത് കുഴപ്പമില്ല. അത് തിരിച്ചു വരുമോ? അതിപ്പോൾ എപ്പോഴും ഓരോ പാർട്ടിക്ക് തന്നെ കിട്ടുമോ? തിരിച്ചു കിട്ടും, കുഴപ്പമൊന്നുമില്ല. ചെറുപ്പക്കാരിപ്പോൾ UDFൻ്റെ കൂടെയാണ്. എല്ലാം റെഡി ആയിക്കോളും. കാരണം ഈ തവണ കിട്ടില്ലെങ്കിൽ ഇനി കിട്ടില്ല കോൺഗ്രസ്സിന്. BJP കൊണ്ടുപോകും. BJP ഒന്നും കൊണ്ടുപോകില്ല. കേരളത്തിലെ BJP ഒന്നും കൊണ്ടുപോകില്ല. CPM കൊണ്ടുപോകും. കോൺഗ്രസ് കിട്ടില്ലെങ്കിൽ CPM കിട്ടും. ആവേശം ആയിട്ടില്ല. ഏകദേശം സ്നേഹത്തിൽ ആവേശം ഉണ്ടാവണമെങ്കിൽ ഒന്ന് നിലവിലെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോകുന്നു. പിന്നെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കപ്പെട്ട ഒന്ന് പച്ചയായിട്ട് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷയോടെ കാണുന്ന UDFും LDFും അതിൽ നമ്മൾ എന്താ പറയുക, ഫാസിസ്റ്റ് വിരുദ്ധരെന്ന് കണ്ടുകൊണ്ടിരുന്ന പലരും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, മറുകണ്ഠം ചാടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നിലവിലെ ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഏത് പക്ഷം എവിടെ ഒന്നും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ രാജ്യത്ത് നേരത്തെ ഉണ്ടായിരുന്ന ചേരിചേര നയത്തിന് വ്യത്യസ്തമായി ഒരു അമേരിക്ക സാമ്രാജ്യത്തെ ശക്തിയോട് ചേർന്ന് നിന്നപ്പോൾ
നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ സഹായിക്കേണ്ട ആളുകൾ, നമ്മളോടൊപ്പം നിൽക്കേണ്ട രാജ്യങ്ങൾ എന്ത് ചെയ്തു? അല്പം ബുദ്ധിമുട്ട് നമ്മളോട് കാണിച്ചപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ വീടുകളിലും ഉണ്ടായി എന്നുള്ളത്. കാര്യം എല്ലാവരും ഒരു എന്താ പറയുക, സമരസപ്പെടുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ പ്രഖ്യാപിച്ചതും പറഞ്ഞതുമൊക്കെ ഒരു രസമായി കാണുന്ന ഒരു സാഹചര്യം. നമ്മൾ ആരോടൊപ്പം നിൽക്കണമെന്നൊരു ആശങ്ക പൊതുസമൂഹത്തിനുണ്ട്. ജനങ്ങളുടെ മനസ്സിലിരിക്കുന്നത് എന്തെന്ന് ഈ അവസാന ഘട്ടത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായാലും വോട്ടെണ്ണുമ്പോൾ മാത്രമായിരിക്കും ജനങ്ങൾ എന്താണ് കേരളത്തിന് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്, അവർ ആരെയാണ് തങ്ങളെ ഭരിക്കാനുള്ള ചുമതല ഏൽപ്പിക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. ക്യാമറാമാൻ ജിഷ്ണുവിനോടൊപ്പം KJ ശ്രീജിത്ത്, കേരള വിഷൻ, എറണാകുളം.